പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയി പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ശരിയാകരുതെന്നാണ് എന്റെ പ്രാർത്ഥന. കാര്യം നമ്മൾ സാക്രോസാങ്ക്ട് എന്നും പവിത്രമെന്നും വിശ്വസിക്കുന്നതാണ് കോടതികളും ഇലക്ഷൻ കമ്മീഷനും അല്ല. ഇത് ശരിയാകരുതെന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ 1,00,000-ലധികം വോട്ടുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുമ്പോൾ ധ്രുവറാത്തി അടക്കമുള്ളവർ പറയുന്നത് പോലെ തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ അത് വിശദീകരിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. ഞാൻ ഒരുപാട് നമ്മുടെ റൈറ്റ് വിങ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ട്വിറ്റർ ഹാൻഡിൽ അടക്കമുള്ള കാര്യങ്ങളിലൂടെ പോവുകയായിരുന്നു. അസാധാരണ വിധം സൈലന്റ് ആണ്. ചില ആൾക്കാർ അബ്യൂസും അല്ലെങ്കിൽ പുച്ഛവും പരിഹാസവും ഒഴിച്ചു വെച്ചാൽ ഒരു സ്റ്റഡീഡായ റിപ്ലൈ പലപ്പോഴും പല കോണുകളിൽ നിന്നും കാണുന്നില്ല. ഇത് ശരിയാണെങ്കിൽ സംശയമൊന്നുമില്ല, നമ്മുടെ രാജ്യത്തിന് വീണ ഒരു ബോംബ് തന്നെയാണ്, രാറ്റം ബോംബ് തന്നെയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതികരണം ഏതാനും മണിക്കൂറുകൾ മുമ്പ് കർണാടക ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രൽ ഓഫീസറിന്റെ ഒരു റെസ്പോൺസ് ട്വിറ്ററിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ അഡ്രസ് ചെയ്തുകൊണ്ട് വന്നിരുന്നു. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയില്ല, ശരിയാകരുതേ എന്നുള്ളതാണ് പ്രാർത്ഥന. പക്ഷേ ഈ 1,00,000 വോട്ടുകൾ എന്ന് പറയുന്നത് തെളിവ് സഹിതം കാണിക്കുമ്പോൾ നമ്മളെല്ലാം ജനാധിപത്യം ആരാണെങ്കിലും മേ ദ ബെസ്റ്റ് മാൻ വിൻ, ഒരു ഗുഡ് ഫെയ്ത്തിൽ വോട്ട് ചെയ്യുന്നവരാണ്. അത് വേദനിപ്പിക്കുന്നവരാണ് കൂടുതൽ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾ തമസ്കരണമാണ് പ്രധാനമായിട്ട് ഇതിൽ ചെയ്യുന്നത്. പ്രധാന ചാനലുകളൊന്നും ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലതുപക്ഷ പ്രാധാന്യമുള്ള ചാനലുകളൊന്നും ഇതിനെക്കുറിച്ച് ചർച്ചയോ മറ്റു കാര്യങ്ങളോ എടുക്കുന്നില്ല. ഈ വിഷയം എന്താണ് ഒരു ഒഫീഷ്യൽ റെസ്പോൺസ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വരുന്നു എന്നുള്ളത് പ്രധാനമാണ്. ബി.ജെ.പിയിലെ മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ സ്പോക്സ് പേഴ്സൺസ് മാത്രമാണ് സംസാരിച്ചത്, മുതിർന്ന നേതാക്കൾ എന്ത് സമീപനം എടുക്കും എന്നുള്ളതും വളരെ പ്രധാനമാണ്. അല്ല രാഹുൽ, ഞാൻ ചോദിക്കുന്നത് മറുപടി എന്താണെന്ന് കാത്തിരിക്കാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണെന്ന് കാത്തിരിക്കാം. സത്യത്തിൽ ആ കാത്തിരിപ്പ് തന്നെ നിരർത്ഥകമാണ്. കാരണം ഇത് നമ്മുടെ മുൻപിലുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡേറ്റയെ മുഴുവൻ പരിശോധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ദീർഘപഠനം നടത്തിയിട്ടുള്ള ഒരു വളരെ ക്രിസ്റ്റൽ ക്ലിയർ വാർത്താ സമ്മേളനമാണ്. എന്ന് വെച്ചാൽ തെളിവ് എവിടെയെന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. കാരണം തെളിവാണ് രാജ്യം കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ആ തെളിവുകൾ വെച്ച് അദ്ദേഹം ഒരു കാര്യം സമർത്ഥിക്കുന്നു, ഒരു ക്രമക്കേട് സമർത്ഥിക്കുകയാണ്. ആ ക്രമക്കേടിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? BJP എന്ന ഒരൊറ്റ പാർട്ടിയാണ്, വേറൊരു പാർട്ടിയുമല്ല. അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കേവല അബദ്ധങ്ങളൊന്നും അല്ല ഇത്. കണ്ടാൽ തന്നെ അറിയാം, ഒറ്റമുറി വീട്ടിൽ 60-ലധികം ആളുകളുള്ള ഒരു സ്ഥലം, 5 മണിക്ക് ശേഷം കുതിച്ചു കയറുന്ന വോട്ടർ ടേൺ ഔട്ടിൻ്റെ കണക്ക്, പിന്നെ അതിനുശേഷം അന്നത്തെ വോട്ടിൻ്റെ കണക്ക് ചോദിച്ചാൽ അത് തരാനുള്ള അസ്വാഭാവികമായ വൈകൽ. കമ്മീഷനെ കുറിച്ച് വേറെ ആക്ഷേപങ്ങൾ മുമ്പുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇത് കമ്മീഷൻ്റെ പിഴവല്ല, ഇത് കമ്മീഷൻ ഡെലിബറേറ്റായി സംഭവിച്ചിട്ടുള്ള സംഗതിയാണെന്ന് ആർക്കും അറിയാം. ഇനി വിശദീകരണത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. ഇതിൻ്റെ ബെനിഫിഷ്യറി BJP ആണ് രാഹുൽ. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, രണ്ട് കാര്യമുണ്ട്. അതിന്റെ ഒരു കൗതുകം, വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഗൗരവമായിട്ട് ഹാർദിക് പട്ടേൽ നമ്മുടെ ഗുജറാത്തിൽ അന്ന് പട്ടേൽ സമുദായത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തിയിരുന്ന വ്യക്തി ഇങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം വളരെ സ്പെസിഫിക് ആയി 15% സ്ഥലങ്ങളിലാണ് ഇങ്ങനെ വോട്ടർ ഫ്രോഡ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കൗതുകം എന്ന് പറയട്ടെ, അദ്ദേഹം പിന്നീട് BJP ചേരുകയും മറ്റും ചെയ്തു. അത് മറ്റൊരു വിഷയം. പക്ഷെ നമുക്കെല്ലാം അറിയാം, ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ളത് പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആണ്. കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിംഗ് ഉണ്ടാവും അറിയാം. പക്ഷെ ഇത് അറ്റ്ലീസ്റ്റ് രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ എവിഡന്റ് ഫ്രോഡാണ്. ഇതിനെ കോടതികൾ എന്ത് ചെയ്യും? കോടതികൾ സ്വമേധയാ കേസെടുക്കുമോ? സുപ്രീം കോടതി അടക്കം എന്ത് സമീപനം എടുക്കും? തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇത് മുമ്പോട്ട് എങ്ങനെ പോകുമെന്നുള്ള, നേരത്തെ ശ്രീ നിഷാദ് പറഞ്ഞ പോലെ അതൊരു പൊതുജന പ്രക്ഷോഭം ആകുമോ? ദേശീയ മാധ്യമങ്ങൾ കാര്യമായ രീതിയിൽ ഏറ്റെടുക്കുമോ? കോടതികളുടെ സമീപനം എന്താണ്? എനിക്ക് ലഭ്യമായ വിവരമോ അല്ലെങ്കിൽ മനസ്സിലാക്കലോ ഒരു തമസ്കരണമായിരിക്കണം ഇതിന് നേരെ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ലോ ലെവൽ ഓഫീസേഴ്സോ മറ്റോ വെച്ച് ഏതെങ്കിലും ടെക്നിക്കാലിറ്റി ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പ്രാധാന്യം കുറച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ വളരെ എവിഡന്റ് ആണ്. അപ്പൊ എങ്ങനെ ഇത് സമീപിക്കും എന്നുള്ള കാര്യം അറിയില്ല. ആ സമീപനം എങ്ങനെയാണെന്നുള്ള പ്രധാനമാണ്. ഏതെങ്കിലും ദേശീയ തലത്തിലുള്ള പ്രാധാന്യമുള്ള ഒരാൾ നിലപാടെടുക്കുമ്പോഴായിരിക്കും ആ വിഷയത്തിൽ കുറെ കൂടെ ഡിബേറ്റും മറ്റും ഉണ്ടാകുക. എങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്യും? ഞാൻ ഒരു പെട്ടെന്ന് കൗതുകമുള്ള കാര്യം കൂടെ പറയാം. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, റിപ്പബ്ലിക് ചാനൽ എന്നെ, അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ പലരും എന്നെ നമ്മുടെ ഈ ബൻസ്വാരയിലെ പ്രസംഗം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വിഷയത്തിലൊക്കെ വിളിക്കുമ്പോൾ ഒരുപാട് പേർ പ്രധാനമന്ത്രി എങ്ങനെ പ്രസംഗിക്കുമെന്ന് പോലും വിശ്വസിച്ചിരുന്നില്ല. ഞാൻ അടക്കമുള്ളവരോട്, ചില ആൾക്കാരോട് ലെഫ്റ്റ് ലീനിങ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് AI ജനറേറ്റഡ് വീഡിയോ ആണെന്ന് വരെ ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം പ്രധാനമന്ത്രി എങ്ങനെ താലിമാല എടുത്തു കൊടുക്കുമെന്നൊന്നും പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷന് കുറെ കൂടി ഒരു ലീവേ ഉണ്ട്. അവർക്ക് വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാം, ബാലൻസ് ചെയ്യാനായ രണ്ടു പക്ഷത്തെയും ആൾക്കാർക്കെതിരെ നടപടിയെടുക്കാം. പക്ഷെ ഇത് ഗൗരവകരമായ ഒരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് രാജ്യം കാത്തു നിൽക്കുന്നത്. എന്ത് പ്രതികരണം വരുമെന്ന് അറിയില്ല. പക്ഷേ എന്താണെങ്കിലും ജനാധിപത്യ വ്യവസ്ഥയിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നതോ അല്ലെങ്കിൽ ശിഥിലമാക്കുന്നതോ ആയിരിക്കും ആ പ്രതികരണം.